ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ മസ്ക് മെലൺ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വേനൽക്കാല ചൂടിന് വളരെ ആശ്വാസവും അതുപോലെ വിശപ്പും ദാഹവും ഒക്കെ ശമിപ്പിക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കാനൊക്കെ പ്രത്യേകം വളരെ ഉപകാരപ്പെട്ടതാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ചേർക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. ഇനി നമുക്ക് ഈ ജ്യൂസിലേക്ക് വേണ്ടത് ചൗരിയാണ്. നമ്മൾ സേമിയ പായസങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ചൗരി ഉണ്ടല്ലോ, അത് ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ട് ഒരു 15 മിനിറ്റോളം നേരം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വെക്കണം. നല്ല ഫ്രഷായ ഒട്ടും വാടാത്ത മസ്ക് മെലൺ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വാടിയതൊക്കെ ആണെങ്കിൽ ചെറിയൊരു കയ്പ്പരസമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും കേട്ടോ. അപ്പം നല്ലപോലെ പഴുത്ത ആ മസ്ക് മെലൺ അതിൻ്റെ അകത്ത് ആ പൾപ്പ് നല്ലപോലെ ഒന്ന് സ്പൂൺ വെച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അതിനകത്തെ സീഡൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് എടുക്കാനായിട്ട്. 1/2 ലിറ്റർ പാല് തിളപ്പിച്ച് അതിനകത്താണ് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഞാൻ അതിലേക്ക് 1/2 ലിറ്റർ വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗരി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി തിളപ്പിക്കണം. മധുരത്തിനായിട്ട് ഞാനിവിടെ 250 ml ഉള്ളൊരു കപ്പിലാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് തീരെ മധുരം ആവശ്യമില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതിയാവും. ഇതിപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ ഈ ഒരു ജ്യൂസിന്. അപ്പം 250 ml പഞ്ചസാര ഒന്ന് ഇട്ട് ഇതിനോട് കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി തിളപ്പിക്കാം. ഈ പാല് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കലക്കിയതിന് ശേഷമാണ് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഇളക്കി പാലുമായിട്ട് യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓഫാക്കിയാലും കുറച്ച് നേരം കൂടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കട്ട ആവാൻ സാധ്യതയുള്ളത് കൊണ്ടാട്ടോ. അതിനുശേഷം നമ്മൾ ഈ ചിയ സീഡ് കസ്കസ് അത് കുതിർത്തി വെച്ചത് ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മസ്ക് മെലണും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ തിളപ്പിക്കാതെ തന്നെ ചേർക്കാം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നെങ്കിൽ ആ പാലിൻ്റെ മിക്സിൽ ഇത് ഒഴിച്ചിട്ട് തിളപ്പിച്ച് ആറിച്ചും നമുക്ക് എടുക്കാം. എന്നിട്ട് ഈ ജ്യൂസ് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചിട്ട് നമ്മുടെ ആവശ്യാനുസരണം ഫ്രിഡ്ജിൽ വെച്ച് എന്തുമാത്രം തണുപ്പ് ആവശ്യമുണ്ടോ അത്രയും തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റി ആയിരിക്കും. നോമ്പ് തുറക്കാനൊക്കെ ഏറ്റവും നല്ലൊരു വിഭവമാണിത്. അതുപോലെ ഈ വേനൽ ചൂടിന് വലിയ ആശ്വാസം നൽകുന്ന ഈ ഒരു ജ്യൂസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക്